സമയം കളയാതെ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. പ്രധാനമായിട്ട് 2 മോട്ടിവേഷൻ തിയറീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിയും മെക്ലെനൻ്റെ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് തിയറിയും. ഒന്നുകൂടി പറയാം, മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറിയും മെക്ലെനൻ്റെ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് തിയറിയും. മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി നമുക്കറിയാം. മനുഷ്യ ആവശ്യങ്ങളെ മാസ്ലോ 5ആയിട്ട് തരംതിരിക്കുന്നു. ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്, സോഷ്യൽ നീഡ്, എക്സ്റ്റീം നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഇവിടെ മെക്ലെനൻ്റെ അഭിപ്രായത്തിൽ പ്രധാനമായും 3 തരത്തിലുള്ള നീഡാണുള്ളത്. അച്ചീവ്മെൻറ്റ്, അഫിലിയേഷൻ, പവർ. എന്തൊക്കെയാണ് അച്ചീവ്മെൻറ്റ്, അഫിലിയേഷൻ, പവർ? അച്ചീവ്മെൻറ്റ് നീഡ് എന്ന് പറയുന്നത് അർജ് ടു അച്ചീവ് സംതിങ്, നേട്ടമുണ്ടാവാനുള്ള ആഗ്രഹത്തെയാണ്. അഫിലിയേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പാണ്. ഡിസയർ ടു എക്സ്റ്റാബ്ലിഷ് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ്. അഫിലിയേഷൻ എന്താണ്? ഡിസയർ ടു എക്സ്റ്റാബ്ലിഷ് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ്. അടുത്തതാണ് പവർ. ഡിസയർ ടു ഹോൾഡ് കൺട്രോൾ. അധികാരമാണ് പവർ എന്ന് പറയുന്നത്. അപ്പം മെക്ലെനൻ്റെ അഭിപ്രായത്തിൽ പ്രധാനമായും 3 നീഡാണുള്ളത്. അച്ചീവ്മെൻറ്റും അഫിലിയേഷനും പവറും. അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അർജ് ടു അച്ചീവ് സംതിങ്. അഫിലിയേഷൻ, ഡിസയർ ടു എക്സ്റ്റാബ്ലിഷ് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ്. പവർ എന്ന് പറഞ്ഞാലും ഡിസയർ ടു ഹോൾഡ് കൺട്രോൾ. മെക്ലെനന് 3 തരത്തിലുള്ള നീഡും എബ്രാഹാം മാസ്ലോ നീഡിനെ 5ആയിട്ടും തരംതിരിച്ചിട്ടുണ്ട്. 3 നീഡ് ഏതൊക്കെയാണ്? മെക്ലെനൻ്റെ അച്ചീവ്മെൻറ്റ്, അഫിലിയേഷൻ, പവർ. മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിയിലെയോ ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്, സോഷ്യൽ നീഡ്, എക്സ്റ്റീം നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ED ക്ലബ്, ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ക്ലബ്. എന്താണ് ED ക്ലബ്? ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ക്ലബ്. ദി ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ക്ലബ് ഇൻ സ്കൂൾസ് ആൻഡ് കോളേജസ് ഓഫ് ദി സ്റ്റേറ്റ് ടു ഡെവലപ്പ് ഓൺട്രപ്രണർഷിപ്പ് കൾച്ചർ എമംഗ് യൂത്ത്. സംരംഭത്വ സംസ്കാരം വളർത്തിയെടുക്കുന്നതിനായി സ്കൂളുകളിലും കോളേജുകളിലും ആരംഭിച്ച ക്ലബ്ബാണ് ED ക്ലബ്. ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ക്ലബ്സ് ഇൻ സ്കൂൾസ് ആൻഡ് കോളേജസ് ഓഫ് ദി സ്റ്റേറ്റ് ടു ഡെവലപ്പ് ഓൺട്രപ്രണർഷിപ്പ് കൾച്ചർ എമംഗ് യൂത്ത്. വർക്കിംഗ് ഓഫ് ED ക്ലബ്. Any educational institution including higher secondary and above can set up ED club. ഹയർ സെക്കൻഡറി തലത്തിൽ മുതൽ അതിന് മുകളിലോട്ടുള്ള തലത്തിലെ സ്കൂളുകളിലും കോളേജിലുമൊക്കെ ED ക്ലബ്ബുകൾ ആരംഭിക്കാം. There must be at least 25 interested students to join the club. മിനിമം നമ്പർ എന്ന് പറയുന്നത് 25 ആണ്. 25 കുട്ടികളെങ്കിലും ഉണ്ടെങ്കിൽ ED ക്ലബ്ബ് ഫോം ചെയ്യാവുന്നതാണ്. There must be a teacher to act as a coordinator of the club. ഒരു ടീച്ചർ കോർഡിനേറ്ററായിട്ട് ഉണ്ടായിരിക്കണം. ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി പ്രധാനപ്പെട്ടതാണ്. ED ക്ലബിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയാണ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെൻറ്റർ. DIC ഈസ് ദി ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി ഓഫ് ED ക്ലബ്. ED ക്ലബ് ഒരിക്കൽ കൂടി നോക്കാം. ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ക്ലബ് ഇൻ സ്കൂൾസ് ആൻഡ് കോളേജസ് ഓഫ് ദി സ്റ്റേറ്റ് ടു ഡെവലപ്പ് ഓൺട്രപ്രണർഷിപ്പ് കൾച്ചർ എമംഗ് യൂത്ത്. അറ്റ്ലീസ്റ്റ് 25% ആണ്. ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് DIC ആണ്, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെൻറ്റർ. വൺ വേർഡായിട്ടും ചോദിക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ED ക്ലബ്. ED ക്ലബിൻ്റെ ലക്ഷ്യങ്ങളൊന്ന് നോക്കാം. ടു ഇൻകൽക്കേറ്റ് ഓൺട്രപ്രണർഷിപ്പ് സ്പിരിറ്റ് എമംഗ് ദി സ്റ്റുഡൻറ്റ്. ടു ഇൻകൽക്കേറ്റ് ഓൺട്രപ്രണർഷിപ്പ് സ്പിരിറ്റ് എമംഗ് ദി സ്റ്റുഡൻറ്റ്സ്. 2. ടു ഗീവ് ആൻ ഇൻസൈറ്റ് ഇൻ ടു എക്കണോമിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. ടു ഗീവ് ആൻ ഇൻസൈറ്റ് ഇൻ ടു എക്കണോമിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. 3. ടു ഇൻട്രൊഡ്യൂസ് ഓൺട്രപ്രണർ ടു ഇൻട്രാക്ട് വിത്ത് ദി സ്റ്റുഡൻസ്. ടു ഇൻട്രൊഡ്യൂസ് ഓൺട്രപ്രണർ ടു ഇൻട്രാക്ട് വിത്ത് ദി സ്റ്റുഡൻസ്. 4. ടു ഗെറ്റ് ടിപ്സ് ആൻഡ് ഐഡിയ ഫ്രം ഓൺട്രപ്രണേഴ്സ്. ടു ഗെറ്റ് ടിപ്സ് ആൻഡ് ഐഡിയ ഫ്രം ഓൺട്രപ്രണേഴ്സ്. ടു നോ ഹൗ ടു സെറ്റപ്പ് എ ബിസിനസ്. ടു നോ ഹൗ ടു സെറ്റപ്പ് എ ബിസിനസ്. എന്തൊക്കെയാണ്? ടു ഇൻകൽക്കേറ്റ് ഓൺട്രപ്രണീരിയൽ സ്പിരിറ്റ് എമംഗ് ദി സ്റ്റുഡൻറ്റ്. ഇൻകൽക്കേറ്റ് എന്നുള്ള വാക്ക് പാടാണെങ്കിൽ ടു ക്രിയേറ്റ് ഓൺട്രപ്രണീരിയൽ സ്പിരിറ്റ് എമംഗ് ദി സ്റ്റുഡൻസ് എന്ന് എഴുതിയാലും മതി. 2. ടു ഗീവ് ആൻ ഇൻസൈറ്റ് ഇൻ ടു എക്കണോമിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. ടു ഇൻട്രൊഡ്യൂസ് ഓൺട്രപ്രണർ ടു ഇൻട്രാക്ട് വിത്ത് സ്റ്റുഡൻസ്. ടു ഗെറ്റ് ടിപ്സ് ആൻഡ് ഐഡിയ ഫ്രം ഓൺട്രപ്രണേഴ്സ്. ടു നോ ഹൗ ടു സെറ്റപ്പ് എ ബിസിനസ്. ഇതൊക്കെയാണ് ED ക്ലബിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഫങ്ഷൻസ് ഓഫ് ED ക്ലബ്ബ് നോക്കാം. ഓർഗനൈസ് ഇൻട്രാക്റ്റീവ് സെക്ഷൻ വിത്ത് സക്സസ്ഫുൾ ഓൺട്രപ്രണേഴ്സ്. Organize interactive section with the entrepreneurs. Organize workshop or debate. Organize industrial visit. എന്തൊക്കെയാണ്? ഓർഗനൈസ് ഇൻട്രാക്റ്റീവ് സെക്ഷൻ വിത്ത് ഓൺട്രപ്രണേഴ്സ്, ഓർഗനൈസ് വർക്ക്ഷോപ്പ് ഓർ ഡിബേറ്റ്, ഓർഗനൈസ് ഇൻഡസ്ട്രിയൽ വിസിറ്റ്, ഇൻട്രാക്ഷൻ വിത്ത് പ്രൊമോഷണൽ ഏജൻസീസ്,
ഓർഗനൈസ് ഓൺട്രപ്രണർ അവയർനെസ് പ്രോഗ്രാം. എന്തൊക്കെയാണ്? ഓർഗനൈസ് ഇൻട്രാക്റ്റീവ് സെക്ഷൻ വിത്ത് ഓൺട്രപ്രണേഴ്സ്, ഓർഗനൈസ് വർക്ക്ഷോപ്പ് ഓർ ഡിബേറ്റ്, ഓർഗനൈസ് ഇൻഡസ്ട്രിയൽ വിസിറ്റ്, ഓർഗനൈസ് ഓൺട്രപ്രണർ അവയർനെസ് പ്രോഗ്രാം, ഇൻട്രാക്ഷൻ വിത്ത് പ്രൊമോഷണൽ ഏജൻസീസ്. ഇവയൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് ED ക്ലബ്ബിൽ വരുന്നത്. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ED ക്ലബിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണെന്ന് ക്വസ്റ്റ്യൻ വരാം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഓൾസോ നോൺ ആസ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. It is a direct selling method that uses a network of people to sell the product. Network marketing, also known as multi-level marketing, it is a direct selling method that uses a network of people to sell a product. അതായത് ഒരു കൂട്ടം വ്യക്തികളെ ഉപയോഗിച്ച് മാർക്കറ്റ് നടത്തുന്നതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. കസ്റ്റമേഴ്സ് തന്നെ ഇതിൻ്റെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനായിട്ട് തയ്യാറാവുന്നു. അതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഒരു നെറ്റ്വർക്ക് പോലെ പ്രവർത്തിക്കുന്നു. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഓൾസോ നോൺ ആസ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഇറ്റ് ഈസ് എ ഡയറക്റ്റ് സെല്ലിംഗ് മെത്തേഡ് ദാറ്റ് യൂസ് എ നെറ്റ്വർക്ക് ഓഫ് പീപ്പിൾ ടു സെൽ എ പ്രോഡക്റ്റ്. മിഡിൽമെന്നിനെ ഒഴിവാക്കി പകരം ഉപഭോക്താക്കൾ തന്നെ സെല്ലിങ്ങിലും ഏർപ്പെടുന്ന പ്രോഗ്രാമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. എക്സാമ്പിൾ ആംവേ, RCM, RMB എക്സെട്ര. ഏതൊക്കെയാണ്? ആംവേ, RCM, RMB എക്സെട്ര.